എൻ്റെ എല്ലാ പ്രിയപ്പെട്ട കൂട്ടുകാർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഒരുപാട് പേര് എപ്പോഴും ചോദിക്കും ബിൻചിത്ര ഗാർഡൻ കാണിക്കുമെന്ന്. കാണിക്കാൻ മാത്രം ഗാർഡനൊന്നുമില്ല, എല്ലാം കേടുവന്ന് പോയെന്ന് ഞാൻ ഒരുപാട് വട്ടമായി പറയുന്നു. നിങ്ങൾ ചിലപ്പോൾ അങ്ങനെ പറയുന്ന ആ വീഡിയോകൾ കാണാത്തതുകൊണ്ടായിരിക്കാം. ഓക്കെ, ഇപ്പോൾ ഞാൻ പുതിയതൊക്കെ ഒന്ന് ശരിയാക്കി കൊണ്ടുവരുന്നേ ഉള്ളൂ. അപ്പോൾ അതൊക്കെ ഒന്ന് ഉഷാറാവുമ്പം വഴിയെ കാണിക്കാം. അപ്പോൾ ഇന്നെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഉച്ച തിരിഞ്ഞിട്ടുള്ള കുറച്ച് വിശേഷങ്ങളാണ്. നമ്മളൊരു പടത്തിന് പോവാണ്. ബുക്ക് ചെയ്തിട്ടുണ്ട് ടിക്കറ്റ്, മന്ദാകിനി. അത് ഇനിയിപ്പോൾ പിള്ളേർ സ്കൂളൊക്കെ തുറക്കായില്ലേ, ഇനി സിനിമയ്ക്ക് പോക്കൊന്നും കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല. അപ്പോൾ ഞാനും ചേച്ചിയും എൻ്റെ പിള്ളേരും കൂടിയിട്ടാണ് പോണേ. രാംദാസ് തിയേറ്ററിലാണ്. അപ്പോൾ ടിക്കറ്റൊക്കെ ഓൾറെഡി ബുക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇന്ന് ഇത്തിരി വെയിലുള്ള ദിവസമാണ്, അതുകൊണ്ട് ചെറിയൊരു ചാറൽ മഴ എപ്പോഴോ പെയ്തു തോന്നുന്നു. ഞാൻ ബസ്സിലാണ് പോണേ. അപ്പോൾ ബസ്സിൽ തിരക്കൊന്നുമില്ല. നമ്മുടെ അടാട്ട് ബസ്സാകുമ്പോൾ തീരെ തിരക്കും കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല കേട്ടോ ഇവിടെ നിന്ന് പോകുമ്പോൾ. പിന്നെ ഈ ഒരു ഇടസമയമല്ലേ. അപ്പോൾ നമ്മൾ രാംദാസിലേക്കാണ് പോണേ. രാംദാസ് എന്ന് പറയുമ്പോൾ എടുത്ത് പറയേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ, ഞാൻ എൻ്റെ ചെറിയ പ്രായത്തിൽ 5-6 പഠിക്കുന്ന സമയത്ത് എനിക്ക് ഈ പേര് കേട്ട് നല്ല ഇഷ്ടപ്പെട്ട് ഞാൻ എപ്പോഴും പറയാറുണ്ട്, എന്നെ രാംദാസ് എന്ന് പറയുന്ന ഒരാൾക്ക് കല്യാണം കഴിച്ചു കൊടുത്താൽ മതി, എനിക്ക് ആ പേര് ഭയങ്കര ഇഷ്ടമാണ്. അത് കഴിഞ്ഞ് എൻ്റെ കല്യാണമൊക്കെ കഴിഞ്ഞ് ഞാൻ ഭരതനോട് പറഞ്ഞു, എനിക്കിങ്ങനെ രാംദാസ് എന്നുള്ള പേരുള്ള ഒരാളെ കല്യാണം കഴിക്കണം നല്ല ആഗ്രഹം ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞപ്പം ഭരതൻ പറഞ്ഞു, നീ വിഷമിക്കേണ്ട, ഭരതൻ എന്ന് പറഞ്ഞാൽ ആരാ, രാമൻ്റെ ദാസൻ തന്നെയല്ലേ, അപ്പോൾ ഒരു കുഴപ്പമില്ല കേട്ടോ, നീ രാംദാസ് എന്നെ കെട്ടിക്കണേ എന്ന് പറഞ്ഞു. ഇത് പിന്നെ എന്ത് പറഞ്ഞാലും ഉരുളയ്ക്ക് പേര് പറയാൻ പറ്റാണ്ട് ഇത് ക്ഷാമല്ലല്ലോ, അതുകൊണ്ട് പിന്നെ കുഴപ്പമില്ല. ഞങ്ങൾ സിനിമയൊക്കെ കഴിഞ്ഞ് ഒരു ചായ മസാല ദോശയൊക്കെ കഴിച്ച് മുതുവറ വന്നിറങ്ങി. മുതുവറയുള്ളൊരു പാത്രക്കടയിൽ ഞങ്ങളൊന്ന് കയറിയിട്ടുണ്ടായിരുന്നു. എനിക്ക് 2 ബൗളും കുറച്ച് സ്പൂണൊക്കെ വാങ്ങാനുണ്ടായിരുന്നു. അപ്പോൾ പിള്ളേരെയും കൂടി പോയി. അപ്പോൾ മാളൂന് ഈ പ്ലേറ്റ് കണ്ടപ്പോൾ നല്ല ഇഷ്ടപ്പെട്ടു. ഇത് ഫൈബറിൻ്റെ പ്ലേറ്റാണ് കേട്ടോ. 50 രൂപയുടെ വില തോന്നുന്നു. നല്ല ഭംഗിയുണ്ട് കാണാനായിട്ട്. അപ്പോൾ 2 എണ്ണം അങ്ങനെ വാങ്ങിച്ചു കേട്ടോ. അതുപോലെ തന്നെ എൻ്റെ സ്പാച്ചുല ഒടിഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ പുതിയൊരു സ്പാച്ചുല വാങ്ങി. ഇത് ഒരു ബൗള്, ഇത് സെറാമിക് അല്ല കേട്ടോ, മറ്റേ ഫൈബറിൻ്റെയാണ്. പിന്നെ ഒരു മാഷർ വാങ്ങിച്ചിട്ടുണ്ട്. അതിന് എത്രയാണ്, 80 രൂപയാണ് തോന്നുന്നു കേട്ടോ. പിന്നെ എന്താ 2 ഗ്ലാസ് ബൗളിന് 30 അങ്ങനെ. അതുപോലെ തന്നെ സ്പൂണ്, ഇത് കണ്ടപ്പോൾ തന്നെ ലച്ചു ഐസ്ക്രീം എന്ന് പറയാൻ തുടങ്ങിയിട്ടുണ്ട്. ഞാൻ പണ്ടൊക്കെ ഇവിടെ ഹോം മെയ്ഡ് ഐസ്ക്രീമൊക്കെ ഉണ്ടാക്കാറുണ്ട് കേട്ടോ. അപ്പോൾ ആ സമയത്തൊക്കെ ഫ്രിഡ്ജ് നമ്മുടെ ഭയങ്കര മോശം പെർഫോമൻസ് ആയിരുന്നു. ഇപ്പോൾ നമ്മുടെ ഫ്രീസറൊക്കെ അടിപൊളിയാണ് കേട്ടോ. അപ്പോൾ ഇനി ഉണ്ടാക്കുമ്പോൾ ഞാൻ കാണിച്ചു തരാം. ഇതൊരു സ്പാച്ചുല, ഇതിൻ്റെ തന്നെ ഒരു കളർ ചേഞ്ച് എന്തെങ്കിലും ഉണ്ടായിരുന്നു, പക്ഷേ അതിൻ്റെ കുറേ നാളായി അത് ഒന്ന് ഒടിഞ്ഞു. അപ്പോൾ അതുകൊണ്ട് പുതിയതൊരെണ്ണം വാങ്ങിച്ചതാണ്. ഇത് ഞാനൊരു വീഡിയോ ചെയ്യാതിരിക്കുന്ന സമയത്ത് 2 വർഷത്തിനുള്ളിൽ എപ്പോഴോ മാങ്ങ വെച്ചിട്ടുണ്ടാക്കിയ ഒരു കോലൈസാണ്. പുതിയ ഫ്രിഡ്ജ് മേടിച്ച സമയത്താണെന്ന് തോന്നുന്നു. അപ്പോൾ അത് ഡീമോൾഡ് ചെയ്തെടുക്കണ ജസ്റ്റ് ഒരു വീഡിയോ എടുത്തതായിരുന്നു. ഇതിന് ശേഷം ഞാൻ കുൽഫി മോൾഡൊക്കെ വാങ്ങിച്ചിട്ടുണ്ട് കേട്ടോ. പിന്നെ അങ്ങനെ ഉണ്ടാക്കുമ്പോൾ കാണിച്ചു തരാം. അപ്പോൾ നമ്മൾ റെസ്റ്റ് എടുക്കലും കാര്യങ്ങളൊക്കെ കഴിഞ്ഞു. പിന്നെ വൈകിട്ടത്തേക്ക് വേറെ കറിയൊന്നും വെക്കേണ്ട, കാരണം നമ്മുടെ മാമ്പഴ പുളിശ്ശേരി അങ്ങനെ അത്യാവശ്യമുണ്ട് ഇതിൽ. അപ്പോൾ പിന്നെ അച്ചാർ ഇരിക്കുന്നുണ്ട്. പിന്നെ എന്തെങ്കിലും സൈഡ് എന്തെങ്കിലും ഉണ്ടാക്കിയാൽ മതി. അപ്പോഴാണ് ഞാൻ ആലോചിച്ചത്, ചക്ക കുറച്ച് നാളായി പഴുത്ത ചക്ക ചുള പറിച്ചത് ഫ്രിഡ്ജിൽ ഇങ്ങനെ ഇരിപ്പുണ്ടായിരുന്നു. അത് വെച്ചിട്ട് അട ഉണ്ടാക്കണം എന്ന് വിചാരിച്ചപ്പോൾ ഭരതേട്ടൻ, ഞാൻ അങ്ങനെ മടി പിടിച്ചിരിക്കുകയാണ്. അപ്പോൾ ഭരതേട്ടൻ പറഞ്ഞു, നിനക്ക് അടി ഉണ്ടാക്കാൻ നല്ല മിടുക്കുണ്ടല്ലോ, അട ഉണ്ടാക്കാൻ മാത്രം എന്താ സാമർത്ഥ്യമില്ലാത്തതെന്ന് ചോദിച്ചു. അപ്പോൾ അടി ഉണ്ടാക്കാൻ നമുക്ക് പ്രത്യേകിച്ച് വേറെ മെനക്കിടുന്നില്ലോ, നമ്മുടെ വായിൽ നാവും മാത്രം പോരെ. അട ഉണ്ടാക്കുമ്പോൾ അങ്ങനെയല്ലല്ലോ. എന്നാലും കുറച്ച് അട ഉണ്ടാക്കാൻ പോവാണ് കേട്ടോ. അപ്പോൾ ഇതേ മിക്സ് തന്നെ ഉണ്ടാക്കിയിട്ട് നമുക്കിങ്ങനെ കുമ്പിളിൽ കുത്തിയിട്ട് കുമ്പിളപ്പം പോലെ ഉണ്ടാക്കാൻ പറ്റും. ഞാൻ വാഴയില കൊണ്ട് തന്നെ അങ്ങനെ കപ്പലണ്ടി പൊതി പോലെ കുമ്പിൾ പോലെ കുത്തിയിട്ട് അങ്ങനെ ഉണ്ടാക്കാറുണ്ട്. ഇത് പക്ഷേ ഞാനിങ്ങനെ അട പോലെ പരത്തിയിട്ടാണ് എടുക്കണേ കേട്ടോ. അപ്പോൾ നമ്മൾ നല്ല മധുരമുള്ള ചക്ക കേട്ടോ. ഇവിടെ ഞാൻ പറഞ്ഞില്ലേ, ചേട്ടൻ്റെ പറമ്പിലുണ്ടായതാണ്. സൂപ്പർ ടേസ്റ്റാണ്, നല്ല മധുരമുള്ള ചക്കയാണ്. അപ്പോൾ അത് കുറച്ച് ഇങ്ങനെ ചെറിയ പീസാക്കിയിട്ട് നമുക്ക് കുക്കറിൽ വേവിച്ചാൽ പെട്ടെന്ന് വെന്ത് കിട്ടുമല്ലോ. അപ്പോൾ കുറച്ച് വെള്ളം ഒഴിച്ചാൽ മതി, കുറേ അധികം വെള്ളമൊന്നും ഒഴിച്ചു കൊടുക്കണ്ട. ജസ്റ്റ് ഒരു വിസിലടിച്ചാലും മതി. പിന്നെ ഇതിന് ഓൾറെഡി മധുരം ഉണ്ട്, കുറേ അധികം ശർക്കരയൊന്നും ചേർക്കേണ്ട ആവശ്യമില്ല. പക്ഷേ ബാക്കി നമ്മൾ അതിലേക്ക് ഇങ്ങനെ പൊടി ചേർക്കുമല്ലോ, അപ്പോൾ അതിലേക്ക് ഉള്ള മധുരം വേണ്ടേ. അപ്പോൾ അതിന് നമ്മൾ 2 ശർക്കരയും ഉപയോഗിക്കുന്നുണ്ട് കേട്ടോ. ഇനി നമുക്ക് വേണ്ടത് റവയാണ്. അപ്പോൾ ഞാൻ ഇത് 1/2 കപ്പിൻ്റെ കപ്പാണ്, അതുകൊണ്ട് 2 കപ്പ് എടുക്കുന്നുണ്ട്. അപ്പോൾ 1 കപ്പ് റവ എടുത്തിട്ട് അത്യാവശ്യം ഒന്ന് വറുത്തെടുക്കുക. ഇത് വറുത്ത റവ എന്ന് പറഞ്ഞിട്ട് വാങ്ങിച്ചിട്ടുള്ളത് തന്നെയാണ്, പക്ഷെ എന്നാലും നമ്മൾ അതിൻ്റെ ഒരു സ്മെല്ല് കിട്ടാനും ജസ്റ്റ് ഒന്നും കൂടി ഒരു ഗോൾഡൻ കളർ ആവാനും വേണ്ടി ഞാനൊന്ന് വറുത്തെടുക്കുകയാണ്. അപ്പോൾ നമ്മുടെ കുക്കർ അപ്പുറത്തേക്ക് മാറ്റി ജസ്റ്റ് അതിലൊരു വിസിൽ വരുന്നതോടുകൂടി നമ്മൾ ഓഫ് ചെയ്തിടാൻ പോവാം കേട്ടോ.
അതാ റവയുടെ പാത്രത്തിൽ കുറച്ചുകൂടി ഉണ്ടെന്ന് അതും കൂടി ഇട്ടതാണ്. ഇതിങ്ങനെ മുഴുവൻ അരിപ്പൊടിയായിട്ട് ചെയ്യുന്നവരുണ്ട്. അപ്പോൾ ഞാൻ ഇത്തിരി ചൂടുവെള്ളം അങ്ങ് ഒഴിച്ച് കൊടുക്കുകയാണ്. അപ്പോൾ ജസ്റ്റ് അതൊന്ന് വീറി വരുമല്ലോ, പാത്രത്തിന് നല്ല ചൂടുണ്ട്, റവയും ചൂടായിട്ടിരിക്കുകയാണ്. അപ്പോൾ നമ്മൾ നല്ല ചൂടുവെള്ളം ഒഴിച്ച് കൊടുത്താൽ അത് ജസ്റ്റ് ഒന്ന് കുക്കായ പോലെ ആവും. നമ്മൾ വെറുതെ അരിപ്പൊടി ചേർക്കണമായിട്ടും റവ ചേർക്കുമ്പോൾ കുറച്ചും കൂടി എന്താ പറയുക, അരിപ്പൊടി നല്ല നൈസ് അരിപ്പൊടി ആകുമ്പോൾ അതിങ്ങനെ അമ്പിയിട്ട് ഇങ്ങനെ ഇരിക്കും. നേരെ മറിച്ച് റവയാകുമ്പോൾ അത് നിറച്ചിങ്ങനെ തിരിതിരിയല്ലേ, അപ്പോൾ ഇത്തിരി കൂടി ഫ്ലഫി ആയിട്ടുള്ള ഒരു അങ്ങനെയായിട്ട് കിട്ടും. നമ്മളൊരു 2 വെല്ലം ശർക്കര എടുത്തിട്ട് അലിയിക്കാൻ പോവാണ്. ഒരു ചെറിയ പീസും കൂടി ഉണ്ടായിരുന്നു കേട്ടോ അതിൻ്റെ കൂടെ, 2.5 പീസ്. ഇതിൽ റവ മാത്രമല്ല കുറച്ച് അരിപ്പൊടിയും കൂടി ഞാൻ ചേർക്കുന്നുണ്ട്. ഇത് നമ്മുടെ വാഴയിലയിൽ വെച്ചിട്ട് കോൺ പോലെ ആക്കി അതിൽ നിറച്ചാലും നല്ല അടിപൊളിയാണ് കേട്ടോ. വാഴയില എനിക്ക് കിട്ടാനില്ല എന്ന് ഞാൻ നാളെ ചേച്ചിയുടെ അടുത്ത് പറഞ്ഞപ്പോൾ, ചേച്ചിയെന്ന് വെച്ചാൽ ഇവിടെ ചേട്ടൻ്റെ ഭാര്യ കേട്ടോ, അവർ വീട് കുറച്ചങ്ങ് നീങ്ങിയിട്ടാണ്. അപ്പോൾ ഞാനിങ്ങനെ ചേച്ചിയോട് പറഞ്ഞു, വാഴയില ഇവിടെ എനിക്ക് കിട്ടുന്നില്ല, അതിൽ വെച്ചുണ്ടാക്കി നല്ല ടേസ്റ്റ് അല്ലേ എന്ന് പറഞ്ഞപ്പോൾ പറഞ്ഞു, എപ്പോഴും എനിക്ക് വാഴയില വേണ്ടതെന്ന് വെച്ചാൽ ഇങ്ങോട്ട് പോന്നോളൂ, ഇവിടെ തൊട്ടപ്പുറത്ത് വീട്ടിൽ ഇഷ്ടം പോലെ ഉണ്ട്, അതിൻ്റെ ഒരു കൊമ്പ് ഇവർ വീട്ടിലേക്ക് ചാഞ്ഞിട്ട് നിൽക്കണേ, അപ്പോൾ തരാട്ടോ എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ പിന്നെ അങ്ങനെ ഉണ്ടാക്കുമ്പോൾ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം കേട്ടോ. അപ്പോൾ നമ്മൾ ഇതിലേക്ക് ഒരു എന്താ പറയുക, ചുക്ക്, അതുപോലെ ജീരകം, 2 ഏലക്ക, പഞ്ചസാര, ഇത്രയും സംഭവങ്ങൾ കൂടിയിട്ട് ഒന്ന് പൊടിച്ചെടുക്കണം. അപ്പോൾ ഞാൻ എപ്പോഴും ഇങ്ങനത്തെയൊക്കെ പൊടിക്കുമ്പോൾ ഒരു പ്ലാസ്റ്റിക് ഷീറ്റ് വെച്ചിട്ടാണ് പൊടിച്ചെടുക്കുക. കാരണം അതിൻ്റെ അടപ്പിൻ്റെ ഉള്ള വാഷിൻ്റെ ഉള്ളൊക്കെ ഈ പൊടി പോയി കഴിഞ്ഞാൽ എങ്ങനെ കഴിക്കാമല്ലോ അതിൻ്റെ സ്മെല്ല് പോവാത്ത പോലെ തോന്നിയിട്ടുണ്ട്. ഇതാവുമ്പോൾ ജസ്റ്റ് ആ മിക്സിയുടെ ജാറിൽ കുറച്ച് ചൂടുവെള്ളം 2 തുള്ളി ലിക്വിഡ് സോപ്പും ഒഴിച്ച് വെച്ചാൽ പെട്ടെന്ന് തന്നെ അത് കഴുകി വൃത്തിയായി കിട്ടും. അടപ്പിൻ്റെ കാര്യത്തിൽ അങ്ങനെയല്ല. അപ്പോൾ ഞാനിങ്ങനെ മസാല പൊടിക്കുമ്പോഴൊക്കെ അങ്ങനെ ഇതുപോലെ ജസ്റ്റ് ഒരു പ്ലാസ്റ്റിക് കവർ വെച്ചിട്ടാണ് മിക്സിയുടെ അടപ്പ് അടയ്ക്കുള്ളൂ കേട്ടോ. നല്ല ഫൈനായിട്ട് പൊടിഞ്ഞ് കിട്ടിയിട്ടുണ്ട്. അതിന് വേണ്ടി നമ്മൾ പഞ്ചസാരയും കൂടി ചേർത്തിട്ടുണ്ടായിരുന്നല്ലോ. ഇനി നമുക്കത് അവിടെ അടച്ച് മാറ്റി വയ്ക്കാം. അതാ നമ്മുടെ ചക്ക നന്നായിട്ട് വെന്ത് കണ്ടോ, ഞാൻ കയ്യിൽ വെച്ചൊന്ന് ഇളക്കി കൊടുക്കുമ്പോൾ തന്നെ നന്നായിട്ട് പേസ്റ്റ് രൂപത്തിലാവുന്നുണ്ട്. അപ്പോൾ നമ്മൾ കുറച്ച് നെയ്യ് ഒഴിച്ച് കൊടുക്കുക. ഇതിങ്ങനെ വല്ലാതെ ഇട്ട് വരട്ടാനൊന്നല്ല കേട്ടോ, ജസ്റ്റ് അതിൻ്റെ ഒരു വെള്ളത്തിൻ്റെ അംശം കുറയാനും ആ ശർക്കരയൊക്കെ ചേർന്നൊന്ന് യോജിക്കാനും അത്രേ വേണ്ടൂ. നമ്മൾ വരട്ടണ അത്രയും സമയത്തെ പ്രോസസ്സൊന്നും നമ്മൾ ചെയ്യുന്നില്ല. ഞാൻ എൻ്റെ അപ്പുറത്തെ വീട്ടിലൊരു അച്ഛമ്മയുടെ കാര്യം പറയാറില്ലേ, ആ അച്ഛമ്മയുടെ വീട്ടിൽ ആളുടെ ഭർത്താവിൻ്റെ ശ്രാദ്ധം ഉണ്ടാവും. അപ്പോൾ ആ സമയത്ത് ഇതുപോലെ അട ഉണ്ടാക്കുക, ചക്ക വിളയിച്ച ചക്കയും ഒക്കെ. അപ്പോൾ അതിന് മുന്നേ അവർ കുറേ ചക്ക ഓൾറെഡി വിളയിച്ച് റെഡിയാക്കി വെക്കും. ഈ ശ്രാദ്ധത്തിൻ്റെ അന്ന് വൈകുന്നേരം ഭുവനേശ്വരി ഉണ്ടാവും. അപ്പോൾ അതിനാണ് ഇങ്ങനെ കുറേ നാളികേരമൊക്കെ ചിരകി എല്ലാവരും കൂടി ഇരുന്ന് എല്ലാവരും വീട്ടിൽ ചിരവ കൊണ്ടുവരും. അവർ വീട്ടുകാരും ഞങ്ങളും ഒക്കെ കൂടിയിട്ടുണ്ടാവും കേട്ടോ. കുറേ അവർ തന്നെ മക്കളുണ്ട്, മക്കളുടെ മക്കളൊക്കെ ആയിട്ട് വലിയ ഫാമിലിയാണ്. അപ്പോൾ എല്ലാവരും കൂടി ഇതുപോലെ ചക്ക വരട്ടി വെച്ചിട്ടുണ്ടാവും ഓൾറെഡി. ശർക്കരയൊക്കെ വിളയിച്ച് നാളികേരം ഇട്ട് അതിലേക്ക് വിളയിച്ച ശർക്കര ഇട്ട് കൊടുത്ത് അത് വറ്റിച്ചെടുത്ത് പിന്നെ അടപരത്തലൊരു വലിയ ചടങ്ങാണ്. അപ്പോൾ അവർ അടുക്കള അതിൻ്റെ അപ്പുറത്തെ റൂം വലിയ വിശാലമായ ഒരു ഹോളാണ്. അവിടെ എല്ലാവരും കൂടി ഇരുന്ന് വർത്താനമൊക്കെ പറഞ്ഞ് അടപരത്തണതും കാര്യങ്ങളൊക്കെ. അത് ഏകദേശം ഈ ജൂൺ ജൂലൈ സമയത്താണ്. അപ്പോൾ അങ്ങനെ ചിലപ്പോൾ മഴയുണ്ടാവും, അല്ലെങ്കിൽ കാറ്റും കാര്യങ്ങളൊക്കെ ആയിരിക്കും. എല്ലാവരും കൂടി ഇരുന്ന് സംസാരിച്ചുകൊണ്ട് അടപരത്തണതും കാര്യങ്ങളും ആ അടയ്ക്കും നല്ല ടേസ്റ്റ് ആയിരുന്നു കേട്ടോ. ഇനി നമ്മൾ ഇതിലേക്ക് ആ റവ അങ്ങ് ഇട്ട് കൊടുത്ത് നന്നായി മിക്സ് ചെയ്ത് കൊടുക്കണം. അപ്പോൾ റവയിൽ നമ്മൾ ചൂടുവെള്ളം ഒഴിച്ച് ഒന്ന് കുതിർത്തി വെച്ചിട്ടുണ്ടായിരുന്നു. ഈ കയ്യിലിൻ്റെ ബാക്ക് വശം കൊണ്ട് നന്നായിട്ട് അമർത്തി അങ്ങ് അതൊന്ന് യോജിപ്പിച്ച് കൊടുക്കാം കേട്ടോ. ഇതിൽ വെള്ളത്തിൻ്റെ അത് കറക്റ്റാക്കാൻ വേണ്ടി നമുക്ക് കുറച്ച് അരിപ്പൊടിയും കൂടി ഇട്ട് കൊടുക്കാം. അപ്പോൾ എൻ്റെ കയ്യിൽ അരിപ്പൊടി ഉണ്ടായിരുന്നില്ലാത്തതുകൊണ്ട് ഞാൻ പുട്ടുപൊടിയാണ് ഇട്ട് കൊടുക്കണം. അരിപ്പൊടിയാണ് ശരിക്കും ഇടേണ്ടത് കേട്ടോ. അപ്പോൾ ഏകദേശം ഇത്രയും അളവ് തന്നെ, റവ നമ്മൾ 1 കപ്പ് ഇട്ടല്ലോ, ഏകദേശം അത്രയും അളവ് തന്നെയാണ് ഞാൻ അരിപ്പൊടിയും ഇട്ട് കൊടുത്തത്. ഞാൻ കുറച്ച് ഇട്ട് നോക്കിയിട്ടാണ് ഇട്ടത്. അവസാനം 1 കപ്പാണ് ഇട്ടത്. ഇത് നമ്മുടെ പൊടിച്ചു വെച്ചില്ലേ, ചുക്ക്, ജീരകം, ഏലക്കയൊക്കെ കൂടി പൊടിച്ചു വെച്ചത്, അതിട്ട് കൊടുത്തതാണ്. അപ്പോൾ അതിൽ ഓൾറെഡി ഇത്തിരി പഞ്ചസാര ഉണ്ട്. അതങ്ങ് ആ പൊടിച്ചു വെച്ചതിൻ്റെ ഒരു 3/4 ഭാഗം ഇട്ടിട്ടുണ്ട്. ബാക്കി ഞാനൊരു പാത്രത്തിലാക്കി വെച്ചു. അപ്പോൾ ഇതൊരു 1/2 കപ്പ് അരിപ്പൊടി ഇട്ട് നോക്കിയതാണ്. അപ്പോഴും കുറച്ച് പോരായ്കയുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഞാൻ 1/2 കപ്പും കൂടി അരിപ്പൊടി ഇട്ട് കൊടുത്തു കേട്ടോ. എന്നിട്ട് നന്നായി മിക്സ് ചെയ്ത് എടുത്തിട്ട് 1 കപ്പ് നമ്മൾ നാളികേരം ചിരകിയത്. ഇത് ഓൾറെഡി ഞാൻ 1 കപ്പിൽ നിറച്ച് വെച്ചുകൊണ്ടാണ് എനിക്ക് അളവ് കാണിക്കാനായിട്ട് മറ്റേ ചെറിയ കപ്പ് എടുക്കേണ്ടി വന്നത് കേട്ടോ. ആദ്യം തന്നെ അതിലങ്ങ് നാളികേരം കുത്തി നിറച്ച് വെച്ചു.
ഇനി ഇത് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക. ഇത് ഇങ്ങനെ തന്നെ കഴിക്കാൻ നല്ല ടേസ്റ്റായിട്ട് ആരോടും പറയണ്ട. അപ്പോൾ നമ്മൾ ഇത് അതായത് ഇതിലിപ്പോൾ റവയുള്ളതും അരിപ്പൊടി ഇതൊക്കെ ആ ചൂടുവെള്ളത്തിൽ ചൂടോട് കൂടിയിട്ട് അത് നിന്ന് കുക്കായിട്ടുണ്ട്. അപ്പോൾ അതാ പറഞ്ഞത്, ഈ ഒരു മിക്സ് കഴിക്കാൻ തന്നെ നല്ല ടേസ്റ്റാണ്. ഇതിൽ അത്യാവശ്യം ഇത്തിരി മധുരം ഒന്ന് മുകളിലേക്ക് നിന്നാലാണ് നമുക്ക് വെന്ത് കഴിയുമ്പോൾ പാകത്തിനുള്ള മധുരമാവുള്ളൂ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ പറഞ്ഞില്ലേ, ചുക്കും ഏലക്കായൊക്കെ കൂടി പൊടിച്ചതിൽ പഞ്ചസാര ഉണ്ടായിരുന്നു. ചക്ക ആവശ്യത്തിന് നല്ല മധുരമുണ്ട്. പിന്നെ നമ്മൾ വലിയ ബലനുണ്ട് ശർക്കര, ഒരു ചെറിയ പീസ് 2.5 പീസ് ശർക്കരയാണ് അതിലിട്ടേക്കുന്നത്. അപ്പോൾ ആവശ്യത്തിന് ഇത്തിരി മധുരം മുകളിലേക്ക് നിൽക്കുന്നുണ്ട്. 2 കഷ്ണം ഇല ഞാൻ ചീന്തി കൊടുത്തിട്ടുണ്ട്. അപ്പോൾ കുറേ വലിയ അടയൊന്നും ഉണ്ടാക്കണില്ല, കാരണം ഞങ്ങൾ ഓൾറെഡി മസാല ദോശയൊക്കെ കഴിച്ചിട്ട് ഞങ്ങൾക്ക് വലിയ വിശപ്പൊന്നുമില്ല. അപ്പോൾ നമ്മളൊരു 5-6 എണ്ണം മാക്സിമം ഉണ്ടാക്കണുള്ളൂ. അപ്പോൾ അത് ചെറിയ വലിപ്പം കുറഞ്ഞുള്ള കുഞ്ഞു കുഞ്ഞു അടയായിട്ടാണ് ഉണ്ടാക്കണേ കേട്ടോ. ഇത് പിന്നെ നാളേക്ക് കേടാവൊന്നുമില്ല കേട്ടോ. അതാണ് പിന്നെ ഞാൻ വിചാരിച്ചത്, കുറച്ച് കൂടുതൽ ഉണ്ടാക്കിയാലും വേറെ വിഷയമൊന്നുമില്ല. നമ്മൾ മാറ്റി വെച്ച് കഴിഞ്ഞാൽ പിറ്റേ ദിവസം വീണ്ടും ഒന്ന് ആവി കയറ്റിയെടുത്താൽ അപ്പോഴും ടേസ്റ്റ് തന്നെയാണ് കേട്ടോ. അപ്പോൾ ചേച്ചിയുടെ അവിടെ ചേട്ടൻ്റെ വീട്ടിലുണ്ടെന്ന് പറഞ്ഞാൽ ആ വഴണില അത്രയ്ക്ക് വീതി നീളമൊന്നുമില്ല, കാരണം ചെറിയ ഇലയാണ് ഇപ്പോൾ വരണേ ഉള്ളൂ. അപ്പം ഇത്തിരി കൂടി വലിപ്പം ഉണ്ടെങ്കിൽ നമുക്ക് അത്യാവശ്യം അതിൽ പരത്തിയെടുത്താൽ ഇത്തിരി വലിപ്പമൊക്കെ ഉണ്ടായിട്ട് കിട്ടും കേട്ടോ. ഇനി നമ്മൾ ഇത് ഇലയിൽ അങ്ങ് നേരിട്ട് പരത്തി കൊടുക്കാം കേട്ടോ, ഈ ഒരു മിക്സ്. അപ്പോൾ ഇനി ഇതിൽ വേറെ ഫില്ലിങ് കാര്യങ്ങളൊന്നും വയ്ക്കണില്ല. അതല്ലാതെ നമ്മൾ ചക്ക അങ്ങനെ വിളയിച്ചതിന് ശേഷം അതിൻ്റെ നടുവിൽ ഫില്ലിംഗ് ആയിട്ട് വെക്കണ അട വേറെ ഉണ്ട് കേട്ടോ. അപ്പോൾ ഇതെന്ന് പറഞ്ഞാൽ ഞാൻ പറഞ്ഞല്ലോ, ആ ശ്രാദ്ധത്തിന് അവിടെ വീട്ടിൽ ഇങ്ങനെയാണ് ഉണ്ടാക്കുക. ഫുള്ള് നീളത്തിൽ പരത്തിയിട്ട് അപ്പുറത്തുനിന്നും ഇപ്പുറത്തും ചെറുതായിട്ട് സൈഡ് മടക്കും, പിന്നെ വീണ്ടും അത് നടു മടക്കും, അങ്ങനെ ഉള്ളൊരു പരത്തലാണ്. അപ്പോൾ ഇതും ഞാൻ അങ്ങനെ തന്നെയാണ് പരത്തണത്. അപ്പോൾ നല്ലോണം ഒതുക്കി ഒതുക്കി കുറേ വെക്കാനും പറ്റും, നമുക്ക് നല്ല അടിപൊളിയായിട്ട് വേവിച്ചെടുക്കാനും പറ്റും കേട്ടോ. അപ്പോൾ അതിൻ്റെ സൈഡിൽ ഇത്തിരി നാര് നിൽക്കണ്ടായിരുന്നു, അത് കട്ട് ചെയ്ത് കളഞ്ഞതാണ്. അപ്പം ഞാൻ ഭരതനോട് വിളിച്ച് പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഞങ്ങൾ അടയുണ്ടാക്കുന്നുണ്ട്, ഈ ഭാഗത്തേക്ക് എങ്ങാനും വരുന്നുണ്ടെങ്കിൽ വന്നു കഴിഞ്ഞാൽ ചൂടോട് കൂടിയിട്ട് നമ്മൾ പറയില്ലേ ചുട്ട പെട തരാമെന്നൊക്കെ പറഞ്ഞ പോലെ ചുട്ട അട തരാം, ചൂടുള്ള അട തരാമെന്ന് ഞാൻ വാഗ്ദാനം കൊടുത്തപ്പോൾ നോക്കട്ടെ എന്ന് പറഞ്ഞിട്ടുണ്ട്. ചിലപ്പോൾ ഇവിടെ അടുത്തൊക്കെ സൈറ്റിൽ വർക്ക് ഉണ്ടെങ്കിൽ അവർക്ക് കൂലി കൊടുക്കാനോ കാര്യങ്ങൾ എന്തെങ്കിലും പറയാനോ ഒക്കെ ആയിട്ട് ഈ സമയത്ത് വരൽ പതിവുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഞാൻ ജസ്റ്റ് ചോദിച്ചു നോക്കിയതാണ്. അപ്പോൾ ഭരതരം വരാമെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഈ ഇലയൊക്കെ ഒന്ന് ഞാൻ ജസ്റ്റ് വാട്ടിയെടുത്തിട്ടുണ്ട് കേട്ടോ. അടുപ്പിൻ്റെ മുകളിൽ വെച്ചിട്ട് ഒന്ന് വാട്ടിയെടുത്തിട്ടുണ്ട്. അപ്പോൾ പെട്ടെന്ന് അടയിൽ നിന്ന് വിട്ടു പോരാനും അതുപോലെ തന്നെ പരത്താനും ഒക്കെ എളുപ്പമുണ്ട് കേട്ടോ, പൊട്ടില്ല. അങ്ങനെ ഒരു ഗുണത്തിന് അതിന് വേണ്ടിയിട്ടാണ് ഞാൻ വാട്ടിയെടുത്ത്. നമ്മൾ എന്ത് ആവിയിൽ വേവിക്കുമ്പോഴും വെള്ളം നന്നായി തിളച്ചതിന് ശേഷം മാത്രം വേവിക്കാനുള്ള ഐറ്റം വെച്ച് കൊടുക്കുമ്പോഴാണ് നന്നായിട്ട് വെന്ത് കിട്ടുക. അല്ലെങ്കിൽ ഈ തണുത്ത വെള്ളം ആണ് താഴ്ത്ത് വെക്കണമെന്ന് വെച്ചാൽ ആ വെള്ളം ചൂടാവണം അത്രയും സമയം ഈ തട്ടിലിരുന്ന് ഇതങ്ങ് കല്ലിക്കും. അപ്പോൾ അതുകൊണ്ട് തന്നെ നന്നായി തിളച്ചതിന് ശേഷം തിളച്ച ഇഡ്ഡലി തട്ടിലേക്ക് വേണം, തിളച്ച തട്ടിലേക്കല്ല, തിളച്ച തട്ടിൻ്റെ മുകളിൽ നമ്മൾ തട്ട് വെച്ച് അതിലേക്ക് വേണം നമ്മൾ ആവിയിൽ വേവിക്കാനുള്ള സംഭവങ്ങൾ എടുത്തു വയ്ക്കാൻ. അപ്പോൾ ഏകദേശം ഒരു 10 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ നമുക്ക് കണ്ടാൽ തന്നെ അറിയാം നന്നായിട്ട് ഇലയിൽ നിന്നൊക്കെ വിട്ട് വന്നിട്ട് തന്നെയാണ് ഇത് കാണുന്നുള്ളത്. പിന്നെ നല്ല സ്മെല്ലുണ്ട്. ഞാൻ പറഞ്ഞല്ലോ നമ്മളെല്ലാം ഒരുവിധം കുക്കായ സാധനങ്ങളാണ്, ഞാൻ അങ്ങനെ വേവാൻ മാത്രം ഒന്നുമില്ല. അപ്പോൾ ഇലയുടെ കളറ് നമ്മൾ ഓൾറെഡി വാട്ടിയിട്ടുള്ളതുമാണ്, അതിൻ്റെ കൂടെ ഈ ചൂടും കൂടി ആയപ്പോൾ നന്നായിട്ട് വാടി വന്നിട്ടുണ്ട്. അപ്പോൾ ലച്ചുവിന് അതിൻ്റെ സ്മെല്ലൊക്കെ കേട്ടപ്പോൾ അവന് ഒരെണ്ണം കഴിച്ചാൽ കൊള്ളാമെന്നുണ്ട്. അപ്പോൾ ജസ്റ്റ് ഒരെണ്ണം എടുത്ത് അതുപോലെ തന്നെ അതിൻ്റെ ടേസ്റ്റ് നോക്കാനും കാര്യങ്ങൾക്കൊക്കെ വേണ്ടി നമ്മൾ ഒരെണ്ണം എടുത്ത് വീണ്ടും പഴയ പോലെ ഇഡ്ഡലി ചെമ്പ് അവിടെ അടച്ചു കൊടുക്കുകയാണ് കേട്ടോ. അത് കുറച്ചും കൂടി ആ ഒരു ചൂടിലിരുന്നിട്ട് ഒന്നും കൂടി ഒന്ന് അതിലേക്കൊന്ന് വാടി ഒന്ന് സെറ്റ് ആവട്ടെ കേട്ടോ. അപ്പോൾ അതാ നമ്മൾ ഇത് നന്നായിട്ട് വിട്ട് വന്നിട്ടുണ്ടെങ്കിൽ ഇലയിൽ നിന്നൊക്കെ സൂപ്പറായിട്ട് നിങ്ങൾ ഊരിയെടുക്കാൻ എളുപ്പമാണ് കേട്ടോ. ഞാൻ തുറന്ന് കാണിക്കാം. അപ്പോൾ മാളും കേട്ടോ തുറന്നാണ് കാണിക്കണത്. ഇപ്പോൾ കണ്ടില്ലേ, നമ്മൾ വാട്ടിയ ഇലയിലായതുകൊണ്ട് തന്നെയും നല്ല ഈസി ആയിട്ട് ഇലയിൽ നിന്ന് വിട്ടു പോരുന്നുണ്ട്. അപ്പോൾ ഞാനതൊന്ന് കട്ട് ചെയ്ത് കൊടുക്കുകയാണ്, കാരണം പെട്ടെന്ന് ചൂടാറല്ലോ. അപ്പോഴേക്കും ഭരതേട്ടൻ എത്തിയിട്ടോ. ഭരതേട്ടൻ എത്തി പിന്നെ കാപ്പി ഉണ്ടാക്കണ കാര്യം നമുക്ക് ആലോചിക്കുക വേണ്ട. ഭരതേട്ടനാണ് കാപ്പി ഉണ്ടാക്കണ, ആ കാണുന്ന കയ്യുണ്ടല്ലോ അത് ഭരതേട്ടനെയാണ്. അപ്പോൾ കാപ്പിയൊക്കെ ഉണ്ടാക്കി നല്ല അടേനൊക്കെ പറ്റി നല്ല അഭിപ്രായമാണ് പറഞ്ഞത്. അപ്പോൾ കാപ്പിപ്പൊടി നമ്മുടെ ബ്രൂവിൻ്റെ പൊടി വെച്ചിട്ടാണ്. അപ്പോൾ ഇത് കഴിഞ്ഞതിന് ശേഷം ആൾ കുറച്ചുകൂടി അതിൽ കാപ്പിപ്പൊടി ഇട്ട് കൊടുത്തു. അപ്പോൾ കുറച്ചുകൂടി ഒന്ന് കട്ടിയായി, കടുപ്പം. അത് കഴിഞ്ഞ് അപ്പോൾ ഞാൻ പറഞ്ഞു എനിക്കിപ്പോൾ വേണ്ട, കാരണം ഈ കാപ്പിയുടെ കൂടെ അടയും കഴിക്കുമ്പോൾ കാപ്പിക്ക് മധുരം അറിയില്ല. അപ്പോൾ എനിക്ക് പിന്നെ മതി എന്ന് പറഞ്ഞ് മാളുവിനും ഭരതനുള്ള കാപ്പിയാണ് എടുക്കണേ. അപ്പോൾ അങ്ങനെ
അടയൊക്കെ അടിപൊളിയായിട്ട് കഴിച്ചു കേട്ടോ. അപ്പോൾ ഞാൻ പറഞ്ഞല്ലോ വൈകുന്നേരത്തേക്ക് ഇതാണ് മോര് കറിയാണ് ഇന്നലത്തെ ബാക്കിയിരിക്കുന്നുണ്ട്. അപ്പോൾ ഫ്രിഡ്ജിൽ അയിലമീൻ ഇരിപ്പുണ്ടായിരുന്നു. നമ്മൾ ഉപ്പുമുളകൊക്കെ പുരട്ടി അങ്ങനെ ഫ്രിഡ്ജിലുണ്ടായിരുന്നുണ്ട്. അത് തണുപ്പൊക്കെ വിട്ട് സെറ്റായിട്ടുണ്ട്. അപ്പോൾ വൈകുന്നേരം ആയപ്പോൾ അതൊന്ന് വറുത്തെടുക്കാൻ പോവാണ്. അപ്പോൾ മാമ്പഴ പുളിശ്ശേരിയും മീൻ വറുത്തതും നല്ല അടിപൊളി കോമ്പിനേഷനാണ് കേട്ടോ. അപ്പോൾ ഞാൻ കുറച്ച് മുളക് കൂടുതൽ ഇട്ടിട്ടുണ്ട്. കാരണം പുളിശ്ശേരി ഇത്തിരി മധുരമുള്ള അതാണല്ലോ. അപ്പോൾ നമുക്ക് കുറച്ച് ഉപ്പും മുളകൊക്കെ ഇത്തിരി കൂടുതൽ ചേർത്തിട്ടാണ് മീൻ വറുക്കുന്നത്. അപ്പോൾ നമ്മൾ കുറേ അധികം വെളിച്ചെണ്ണയൊന്നും ഇതിൽ ഒഴിച്ചിട്ടില്ല. കുറച്ച് ഒഴിച്ചാൽ തന്നെ നന്നായി പരന്ന് ഉണ്ടാവും. ഞാൻ മുന്നേ പറയാറില്ലേ, എൻ്റെ ഒരു ഫ്രണ്ടെന്ന് ഞാൻ പറയുന്നില്ല, ഓരോ വീഡിയോ കണ്ടാലും എന്നെ വിളിച്ച് ഗുണദോഷിക്കുന്ന ഒരു ആൾ, എന്താ പറയുക, അഭ്യുദയകാംക്ഷി എന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നില്ലേ. ആൾ മുന്നേ ഒരിക്കൽ ഞാൻ സാമ്പാർ ഉണ്ടാക്കണ വീഡിയോയിൽ അതിൽ ഞാൻ ഇടയിൽ വെച്ചിട്ടാണ് എപ്പോഴും ഞാൻ കടുക് വറുക്കുക. നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും. അതെന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾക്ക് എന്തായാലും വെണ്ടക്കായ വാട്ടാനോ അങ്ങനെ എന്തെങ്കിലും ആവശ്യത്തിന് നമുക്ക് വേറെ വെളിച്ചെണ്ണ ചൂടാക്കേണ്ടി വരും. അപ്പോൾ ഞാൻ ആദ്യം തന്നെ കടുക് വറുത്തതിന് ശേഷം കടുകും കറിവേപ്പിലയും ഉണക്കമുളകൊക്കെ ഇട്ടത് കോരി മാറ്റി വെച്ചതിന് അതിലേക്കാണ് വെണ്ടക്കായ ഇട്ട് വഴറ്റി ബാക്കി പരിപാടികൾ ചെയ്യാറ്. അപ്പോൾ അവൾ എപ്പോഴും പറയും, വീഡിയോ പിടിക്കുമ്പോഴെങ്കിലും പിശുക്കൊന്ന് ഒഴിവാക്കിയിട്ട് അങ്ങനെ ധാരാളം ആയിട്ട് എണ്ണയൊക്കെ വാരിക്കോരി ഉപയോഗിക്കണ്ടേ, വീഡിയോ കാണിക്കുമ്പോൾ എങ്ങനെ കാണിക്കാൻ പാടില്ലെന്ന്. പക്ഷേ ഞാൻ പറഞ്ഞല്ലോ, ഞാൻ വീഡിയോയിൽ കാണിക്കാനായിട്ട് ഒരു കാര്യം അങ്ങനെ കാണിക്കാറില്ല. വീഡിയോയിൽ കാണിക്കുമ്പോൾ ഇങ്ങനെ ഞാൻ വീട്ടിൽ ചെയ്യുമ്പോൾ അങ്ങനെ ഒരു മെത്തേഡ് ഇല്ല എനിക്ക്. കാരണം നമ്മൾ സത്യസന്ധമായിട്ട് തന്നെയാണ് വീഡിയോയിൽ കാണിക്കുന്ന കാര്യങ്ങൾ തന്നെയാണ്, നമ്മൾ ജെന്യുവനായിട്ടുള്ള കാര്യങ്ങളാണ് കാണിക്കുന്നത്. അപ്പം ഇത് വീഡിയോയ്ക്ക് വേണ്ടിയിട്ട് അപ്പോൾ ഇങ്ങനെ ചെയ്യാം, ഇത് നമ്മൾക്ക് വീട്ടിൽ ചെയ്യാൻ. അപ്പോൾ അങ്ങനെയായിട്ട് ഞാൻ അങ്ങനെയൊന്നും ചെയ്യാറില്ല കേട്ടോ. അപ്പോൾ അങ്ങനെ പിശുക്കാണ് അങ്ങനെയാണ് ഇങ്ങനെയാണെന്നൊക്കെ പറയും. പക്ഷേ എനിക്ക് ഒരു പ്രശ്നമില്ല കേട്ടോ. അങ്ങനെ പിശുക്കാണെന്ന് പറയുന്നതിൽ എനിക്ക് യാതൊരു മോശക്കേടും ഇല്ല. എനിക്ക് ഇത്തിരി കൂടി പിശുക്കാൻ പറ്റണില്ലല്ലോ എന്നുള്ള വിഷമമുള്ളൂ. ഇവിടെ ഭരതൻ്റെ രണ്ടാമത്തെ ചേട്ടൻ, ഞാൻ എപ്പോഴും പറയാറുള്ള ചേട്ടനും ചേട്ടത്തിയും വേണ്ടല്ലോ, മോനേട്ടൻ എന്നാണ് പേര്, മോനേട്ടനും രാജേച്ചി. അവരെന്നെ ഞാൻ എപ്പോഴും എല്ലാവരും പറയുന്നത് കേട്ടിട്ടുള്ള ഒരു ആരോപണമാണ്, അവർക്ക് ഭയങ്കര പിശുക്കാണെന്ന്. ശരിയാണ്, അവർക്ക് കുറച്ച് പിശുക്കുണ്ട്. അപ്പോൾ പക്ഷേ ഞാൻ പിന്നീട് നമ്മൾ കൂടുതൽ അടുത്ത് അറിയുമ്പോഴും അവരുടെ വീട്ടിലേക്ക് പോകുമ്പോഴും കാര്യങ്ങൾക്കൊക്കെയാണ് പിന്നീട് എനിക്ക് മനസ്സിലായത്, അവരുടെ വീട്ടിൽ ഇല്ലാത്തതായിട്ട് യാതൊരു സാധനങ്ങളും ഇല്ല. എല്ലാ നിത്യോപയോഗ അങ്ങനെ അത്യാവശ്യ സാധനങ്ങളും ആഡംബര സാധനങ്ങളും എല്ലാ സാധനങ്ങളും അവരുടെ വീട്ടിലുണ്ട്. അതുപോലെ തന്നെ ട്രെഡ്മില്ലുണ്ട്, നടക്കാനുള്ളതുണ്ട്, സൈക്കിൾ ചവിട്ടാനുള്ളത്, അങ്ങനെ എക്സസൈസ് ചെയ്യാനും എല്ലാത്തിനുള്ള ഉപകരണങ്ങളുണ്ട്. അവരധികം EMI ഒന്നും ഇല്ലാതെ നല്ലൊരു കാറ് പുതിയത് വാങ്ങിച്ചു. അങ്ങനെ അപ്പോൾ അവരെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അനാവശ്യമായിട്ട് കാശ് ചിലവാക്കണില്ല, അത്രയേ ഉള്ളൂ. അത്യാവശ്യം കൺട്രോൾ ചെയ്ത് ഉപയോഗിക്കുന്നു. അതിനാണ് ഈ പിശുക്ക് എന്ന് പറയുന്നത്. അത് കഴിഞ്ഞ് ചേട്ടനൊരു ഹോസ്പിറ്റൽ കേസ് വന്നു, സ്ട്രോക്കൊക്കെ വന്നിട്ട് ആൾ 2 വർഷത്തോളം കിടപ്പിലൊക്കെ ആയിരുന്നു. കിടപ്പ് മീൻസ് ജോലിക്ക് പോകാൻ പറ്റാത്തൊരവസ്ഥയിലായിരുന്നു. അപ്പോൾ ആശുപത്രിയിൽ ബില്ലടയ്ക്കാനോ കാര്യങ്ങൾക്കോ അവർക്ക് ഒരാളെ ആശ്രയിക്കേണ്ടി വന്നില്ല. അവരുടെ ബാങ്കിൽ തന്നെ അവരുടെ ബാങ്ക് ബാലൻസിൽ നിന്ന് പൈസ ഉണ്ടായിരുന്നു, ആരോടും ചോദിക്കേണ്ടി വന്നില്ല. അതുപോലെ തന്നെ ഇപ്പോൾ ചേട്ടൻ വർക്ക് ചെയ്യണില്ല. അത്യാവശ്യം സ്വന്തം കാര്യങ്ങളൊക്കെ ഇപ്പോൾ ചെയ്യാൻ പറ്റും, പക്ഷേ ജോലിക്ക് പോകാനൊന്നും പറ്റില്ല. എന്നാൽ തന്നെ അവരുടെ ഒരു സാമ്പത്തിക ഭദ്രതയ്ക്ക് ഒരു കുഴപ്പം വന്നിട്ടില്ല എന്നാണ് ഞാൻ പറയുന്നത്. അപ്പോൾ അവർ പൈസ അനാവശ്യമായി ചിലവാക്കാതെ അത്യാവശ്യ കാര്യങ്ങൾ മാത്രം ചെയ്ത് അത്യാവശ്യം സേവിങ്സും ചെയ്ത് ജീവിച്ചുകൊണ്ട് തന്നെ അവർക്ക് ഒരിക്കൽ പോലും അങ്ങനെ പൈസ ഇല്ലാണ്ട് നെട്ടോട്ട് ഓടേണ്ട ഒരു അവസ്ഥ വന്നിട്ടില്ല. അപ്പം ഇപ്പോൾ ഈ കാര്യം പറയുമ്പോഴും ചേച്ചി വീഡിയോ കാണും. എന്താ പറയുക, എനിക്ക് അവരുടെ കാര്യങ്ങൾ നമുക്കങ്ങനെ പറയാനായിട്ട് നമുക്ക് സമ്മതം ചോദിക്കേണ്ട അങ്ങനത്തെ ആവശ്യമൊന്നുമില്ല കേട്ടോ. അവരെ പറ്റിയിട്ട് എന്താ കാര്യങ്ങൾ വേണമെങ്കിൽ പറയാനൊക്കെയുള്ള സ്വാതന്ത്ര്യമുണ്ട് നമുക്ക്. ചേച്ചി ആയാലത് ചേട്ടനായാലത് നമ്മുടെ അടുത്ത് ഭയങ്കര സ്നേഹമാണ്. ഇപ്പോഴും ആളുടെ ഫോണൊക്കെ വരുമ്പോൾ ഭരതൻ്റെ ഫോണിലേക്ക് വിളിച്ചതെന്ന് വെച്ചാൽ ഞാൻ ഫോൺ എടുക്കണ്ട, ഞാൻ ഫോൺ എടുത്തതെന്ന് അറിയില്ലോ, ഹലോ എന്നല്ല പറയാം, മോനെ എന്നാണ് അവിടെ നിന്ന് വിളിക്കുക. ഭരതൻ ഇപ്പോൾ 50 വയസ്സിന് മേലെയായി. പക്ഷേ ഇപ്പോഴും ചേട്ടൻ മോനേന്ന് വിളിക്കണ കേൾക്കാൻ കൊതിയാവും. അപ്പോൾ അങ്ങനെ അപ്പോൾ ഈ പറഞ്ഞ പോലെ പിശുക്കി എന്നുള്ള പേര് എനിക്ക് എന്താ പറയുക, എനിക്ക് വിളിക്കാൻ പറ്റിയ പേരല്ല. കാരണം എനിക്ക് കുറേ കാര്യങ്ങളിൽ എനിക്ക് ദൂർത്തുണ്ട്. അതൊക്കെ കൂടി ഒന്ന് കുറച്ചെടുക്കണം എന്നാണ് ഞാൻ വിചാരിക്കണത്. നമ്മുടെ ചട്ടിയുടെ പരിപാടി കഴിഞ്ഞാൽ ഞാൻ എപ്പോഴും പറയാറുണ്ടല്ലോ, അത് കഴുകി കഴിഞ്ഞതിന് ശേഷം ജസ്റ്റ് ഒന്ന് ചൂടാക്കിയിട്ട് ഒന്ന് എണ്ണ പുരട്ടണം. മുന്നേ ഏതോ വീഡിയോയിൽ ഇതുപോലെ എണ്ണ പുരട്ടണ ഇത് കണ്ടിട്ടേ ഇതിൻ്റെ ലിങ്ക് ചോദിച്ചു ഞാൻ പറഞ്ഞു ഇത് ലിങ്കൊന്നല്ല, ഇത് വാഴയുടെ തണ്ടാണ്, ഇതിന് ലിങ്ക് ഇല്ലയെന്ന്.
അപ്പോൾ വീഡിയോ ഒക്കെ എല്ലാവർക്കും ഇഷ്ടമായിരുന്നു വിചാരിക്കുന്നു. അപ്പോൾ അടുത്ത വീഡിയോയുമായിട്ട് വേഗം വരാം. അടുത്ത വീഡിയോ എന്ന് പറയുന്നത് സ്കൂൾ ഓപ്പൺ ചെയ്യാൻ പോകുന്നതിനുള്ള പറ്റിയിട്ടുള്ള വീഡിയോ ആണ്. അപ്പോൾ എല്ലാവരും കാത്തിരിക്കുക. അടുത്ത ദിവസം 2 മണിക്ക് ഞാൻ എത്തുന്നതായിരിക്കും.